നമ്പർ. സോ അരിത്മെറ്റിക് സീക്വൻസ് എന്താണ് എന്ന് അറിയുന്നതിന് മുന്നേ എന്താണ് സീക്വൻസ് അല്ലെങ്കിൽ എന്താണ് നമ്പർ സീക്വൻസ്, നമ്പർ ഓഫ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് പറയാം. പാറ്റേൺ ആദ്യം 2, 4, 6, 8 ഇങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ അടുത്ത ടേം എന്തായിരിക്കും? അടുത്ത ടേം എന്തായിരിക്കും? നിങ്ങൾക്കറിയാം, ഇവിടെ 10 ആയിരിക്കും, അടുത്ത അതിൻ്റെ അപ്പുറത്ത് 12 ആയിരിക്കും. കാരണം ഈ നമ്പർ എന്താണ്? ഈവൻ നമ്പർ ആണ്, അല്ലേ? ഈവൻ നമ്പർ ആണ്. ഇനി രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ, ഈവൻ നമ്പർ എടുത്ത സ്ഥിതിക്ക് ഓഡ് നമ്പർ എടുക്കുകയാണെന്ന് വിചാരിക്കുക. 1, 3, 5, 7. അപ്പം അടുത്ത നമ്പർ എന്തായിരിക്കും? അടുത്ത നമ്പർ എന്തായിരിക്കും? ഇവിടെ 9 ആയിരിക്കും, ഇവിടെ 11 ആയിരിക്കും. കാരണം എന്താണ്? ഇതൊക്കെ ഓഡ് നമ്പർ ആണ് എന്നുള്ളത് നമുക്കറിയാം. ഓഡ് നമ്പർ ആണ് എന്നുള്ളത് നമുക്കറിയാം. ഇനി മൂന്നാമത്തെ ഒരു എക്സാമ്പിൾ, 1, 2, 3, 4, 5 അങ്ങനെ പോകുന്ന നമ്പർ. അപ്പം ഇവിടെ എന്തായിരിക്കും? 5 ആയിരിക്കും, ഇവിടെ 6 ആയിരിക്കും. കാരണം എന്താണ്? ഇതൊക്കെ നാച്ചുറൽ നമ്പർ ആണ്, അല്ലേ? നാച്ചുറൽ നമ്പറിന്റെ സീക്വൻസ് ആണ്, അല്ലെങ്കിൽ കൗണ്ടിങ് നമ്പേഴ്സ് എന്നും ഈ നമ്പറിന് പറയും, അല്ലേ? നാച്ചുറൽ നമ്പർ ആണ്. നാച്ചുറൽ നമ്പേഴ്സ് ഓർ കൗണ്ടിങ് നമ്പർ. കൗണ്ടിങ് നമ്പർ. ഇനി മൂന്നാമത്തെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1, 4, 9, 16 എക്സെട്ര എക്സെട്ര. വേഗം പറയാ, അടുത്തത് എന്തായിരിക്കും? എന്തായിരിക്കും അടുത്തത്? ഞാൻ പറയുന്നു അടുത്തത് 25 ആയിരിക്കും, അതിൻ്റെ അടുത്തത് 36 ആയിരിക്കും. കാരണം എന്താ? ഇത് 1ന്റെ സ്ക്വയർ ആണ്, ഇത് 2ന്റെ സ്ക്വയർ ആണ്, ഇത് 3ന്റെ സ്ക്വയർ ആണ്, ഇത് 4ന്റെ സ്ക്വയർ ആണ്, ഇത് 5ന്റെ സ്ക്വയർ ആയിരിക്കണം, ഇത് 6ന്റെ സ്ക്വയർ ആയിരിക്കണം. സോ ഇതൊക്കെയാണ് എന്ത്? സീക്വൻസ് അല്ലെങ്കിൽ നമ്പർ പാറ്റേൺ എന്ന് പറയുന്നത്, അല്ലേ? നമ്പർ പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി ഈ നമ്പർ പാറ്റേൺ ഒക്കെ അരിത്മെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കും? അതിനെന്തറിയണം? ഈ സെക്കൻഡ് ടേമും ഫസ്റ്റ് ടേമും തമ്മിലുള്ള ഡിഫറൻസ് അറിയണം, അല്ലെങ്കിൽ തേർഡ് ടേമും സെക്കൻഡ് ടേമും തമ്മിലുള്ള ഡിഫറൻസ് അറിയണം, അല്ലെങ്കിൽ ഫോർത്ത് ടേമും തേർഡ് ടേമും തമ്മിലുള്ള ഡിഫറൻസ് അറിയണം. അതൊക്കെ എന്തായിരിക്കണം? കോമൺ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്താവുള്ളൂ? അരിത്മെറ്റിക് പ്രോഗ്രഷൻ ഓർ അരിത്മെറ്റിക് സീക്വൻസ് ഓർ സമാന്തര ശ്രേണി എന്നൊക്കെ പറയും. സോ 4ന്ന് 2ലേക്ക് എത്ര ഡിഫറൻസ് ഉണ്ട്? 2. 6ന്ന് 4ലേക്ക് 2. 8ന്ന് 6ലേക്ക് 2. ഇനി 10ന്ന് 8ലേക്ക് 2. ഇവിടെ എന്താണ്? ഒരു കോമൺ ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്. കോമൺ ആയിട്ടുള്ള ഈ ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് എന്താണ്? ഇത് അരിത്മെറ്റിക് സീക്വൻസ് ആണ് എന്ന് നമുക്ക് പ്രസ്താവിക്കാം. സോ അതേപോലെ ഇനി രണ്ടാമത്തെ ഓഡ് നമ്പർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും എന്താണ്? കോമൺ ആയിട്ട് ഒരു നമ്പർ ഡിഫറൻസ് ഉണ്ട്. കോമൺ ആയിട്ടുള്ള നമ്പർ ഡിഫറൻസ് ഇവിടെ എന്താണ്? 2 ആണ്. 2 ആണ്. 2. സോ അതേപോലെ കൗണ്ടിങ് നമ്പേഴ്സിന്റെ ഡിഫറൻസ് 2 ആണോ? അല്ലല്ലോ, 1 ആണ്. 1 ആയാൽ സാറേ ഇത് അരിത്മെറ്റിക് സീക്വൻസ് ആവും. എന്തായാലും എന്താണ്? ഇത് തമ്മിലുള്ള ഡിഫറൻസ്, ഒരു സീക്വൻസിലെ ഡിഫറൻസ് കോമൺ ആയാൽ മാത്രം മതി. ഇനി ലാസ്റ്റ് എക്സാമ്പിൾ എന്താണ്? സ്ക്വയറിംഗ് നമ്പേഴ്സ്. എല്ലാ നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയറിംഗ് നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് നോക്ക്. 4ഉം 1ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? 3 ആണ്. 9ഉം 4ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? 5 ആണ്. 6ഉം 9ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? 7 ആണ്, അല്ലേ? ഇനി സപ്പോസ് 25ഉം 16 തമ്മിലുള്ള ഡിഫറൻസും 36ഉം 25ഉം തമ്മിലുള്ള ഡിഫറൻസ് ഒറ്റയടിക്ക് വേണമെങ്കിൽ പറയാം. ബുദ്ധിയുള്ളവർ പെട്ടെന്ന് പറയും, എന്തായിരിക്കും? ഇവിടെ 9 ആയിരിക്കും, ഇവിടെ 11 ആയിരിക്കും. കാരണം എന്താ? മുകളിൽ ഞാൻ ഈ എഴുതിയ ഈ നമ്പർ ഉണ്ടല്ലോ, 3, 5, 7, 9, 11, ഇത് സീക്വൻസ് ആയിപ്പോയി. അതിലെ ഇത് സീക്വൻസ് ആയിപ്പോയി. എന്നാൽ ഈ സ്ക്വയറിംഗ് നമ്പേഴ്സ് എന്താണ്? സീക്വൻസിലല്ല. അതുകൊണ്ട് ഇതെന്താ? അരിത്മെറ്റിക് പ്രോഗ്രഷൻ അല്ല, അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസ് അല്ല, സമാന്തര ശ്രേണി അല്ല.
അപ്പൊ എന്ത് മനസ്സിലാക്കാം ഒരു അരിത്മെറ്റിക് സീക്വൻസിന് എന്ത് ആവശ്യമാണ്? കോമൺ ഡിഫറൻസ് അനിവാര്യ ഘടകമാണ്. അതായത് കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം എന്നാണ് മലയാളത്തിൽ പറയാ. പൊതുവ്യത്യാസം എന്നാണ് മലയാളത്തിൽ പറയാ. ഞാൻ ആയിട്ടൊക്കെ തോന്നും ഇത് പെണ്ണിന്റെ ഒരു തകരാറാണ്. അഫ്സർ, പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ്, ഡി എന്ന് പറയുന്ന ലെറ്ററിലാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ഞാൻ വീണ്ടും ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 7,4,1 എക്സെട്ര. ഈ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഇവിടെ സെക്കൻഡ് ടേമും ഫസ്റ്റ് ടേമും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? തേർഡും ഇതും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? 7ന്ന് 10 കുറച്ചാൽ എന്ത് കിട്ടണം? 4ന്ന് 7 കുറച്ചാൽ എന്ത് കിട്ടണം? 1ന്ന് 4 കുറച്ചാൽ എന്ത് കിട്ടണം? അപ്പൊ ചോദിക്കും വേണമെങ്കിൽ ആദ്യമൊക്കെ സാറെന്താ പറഞ്ഞേ? ഇത് ഫുള്ള് 2 ആഡ് ചെയ്ത് പോയി, അല്ലെങ്കിൽ 1 ആഡ് ചെയ്ത് പോയി, അല്ലെങ്കിൽ 3, 5, 4 ഒക്കെ ആഡ് ചെയ്ത് പോവാണല്ലോ ചെയ്തത്. ഇവിടെ എന്താണ് ഒരു നമ്പർ കുറഞ്ഞു വരുന്നത്? അതപ്പോ അരിത്മെറ്റിക് സീക്വൻസ് ആവോന്ന് ചോദിച്ചാ ആവും. അങ്ങനെയും എന്താണ് അരിത്മെറ്റിക് സീക്വൻസ് ഉണ്ടാവാം. കാരണം ഇവിടെ ഏത് നമ്പറാണ് ആഡ് ചെയ്ത് പോകുന്നത്? ഇപ്പൊ മനസ്സിലാക്കാം. 7ന്ന് 10 കുറയ്ക്കുമ്പം വലുതിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിന്റെ ചിഹ്നട. 10ന്ന് 7 കുറയ്ക്കുമ്പോൾ 3, വലുതിന്ന് ചെറുത് കുറയ്ക്കുക 3, വലുതിന്റെ ചിഹ്നട. 4ന്ന് 1 കുറയ്ക്കുക 3, വലുതിന്റെ ചിഹ്നട. അപ്പൊ ഇവിടെ എന്താണ് -3 കിട്ടി. -3. അതായത് ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്താ? -3. അതായത് 10ന്ന് -3 ആഡ് ചെയ്ത് കൊടുത്തപ്പോഴാണ് ഇവിടെ 7 കിട്ടിയത്. 7ന്ന് -3 ആഡ് ചെയ്ത് കൊടുത്തപ്പോഴാണ് ഇവിടെ 4 കിട്ടിയത്. 4ന്ന് -3 ആഡ് ചെയ്ത് കൊടുത്തപ്പോഴാണ് എന്ത്? 1 കിട്ടിയത്. അതായത് ഇവിടുത്തെ കോമൺ ഡിഫറൻസ് -3 വരാം. അതായത് ഒരിക്കലും ചില ആൾക്കാർക്ക് ഒരു ധാരണ ഉണ്ട്, കോമൺ ഡിഫറൻസ് എപ്പോഴും പോസിറ്റീവ് നമ്പർ ആയിരിക്കും. അല്ല, ചില കേസിൽ ഇങ്ങനത്തെ അരിത്മെറ്റിക് സീക്വൻസിൽ മൈനസും വരാം. അതുകൊണ്ട് എന്താണ് ഒരു സീക്വൻസ് എന്നുള്ളത് ഇപ്പം മനസ്സിലായി കാണും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. സോ എ സീക്വൻസ് സ്റ്റാർട്ടിങ് വിത്ത് എ നമ്പർ ആൻഡ് പ്രൊസീഡിങ് ബൈ ആഡിങ് 1 നമ്പർ അഗൈൻ ആൻഡ് അഗൈൻ. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളതാണ്, അത് കട്ട് കോപ്പി പേസ്റ്റ് ചെയ്തതാണ്. അതായത് ഏതെങ്കിലും ഒരു നമ്പർ തുടർച്ചയായിട്ട് എന്താക്കുക, സീക്വൻസിൽ ആഡ് ചെയ്ത് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയാണ് അരിത്മെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണി എന്ന് പറയണത്. ഓക്കെ, ഇപ്പൊ സമാന്തര ശ്രേണി എന്ന് പറഞ്ഞാൽ എന്താണ്, കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതൊക്കെ മനസ്സിലായി കാണും. സോ കുറച്ചും കൂടി വ്യക്തത വരുത്താൻ എന്ത് ചെയ്യാ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 13 കുറച്ച് ക്വസ്റ്റ്യൻ ആണ്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനെ ഇപ്പൊ ചെയ്യാനുള്ള നേരമുള്ളൂ. ബാക്കിയുള്ളത് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാ. പിന്നെ കൂടുതൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മാത്സിൽ, ഫിസിക്സിൽ, കെമിസ്ട്രിയിൽ, വേറെ എല്ലാ സയൻസ് സബ്ജക്റ്റിലും നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പർ, അതായത് 7907994263 എന്ന എൻ്റെ നമ്പറിലോ അല്ലെങ്കിൽ www.physca.com എന്ന വെബ്സൈറ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി ഒരു ധാരണ കിട്ടും. ഓൺലൈൻ ഇൻഡിവിജ്വൽ ട്യൂഷൻ സെൻ്റർ ആണ്. അതായത് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഹവറിലി പേ ആയിട്ടോ മാസത്തിലോ ആഴ്ചയിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് നമ്മളോട് സഹായം തേടാം. പഠിക്കുന്ന കാര്യം മാത്രമേ സഹായിക്കാൻ പറ്റുള്ളൂ കേട്ടോ, വേറൊന്നും സഹായിക്കാൻ പറ്റൂല. ബ്രൗസ് കണ്ടു വെച്ചിട്ട് എല്ലായിടത്തും ബ്രൗസ് ചെയ്യരുത്. സോ പേജ് നമ്പർ 13 ക്വസ്റ്റ്യൻ നമ്പർ 1. 1 ക്വസ്റ്റ്യൻ നമ്പർ എന്താണ് പറയുന്നത്? അരിത്മെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നാച്ചുറൽ നമ്പർ ലിവിങ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4.
ഡിവിഷൻ ബൈ 4 എന്ന് പറയുമ്പോൾ ഒരു നമ്പറുമായിട്ട് 4 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എന്തായാലും എന്തായിരിക്കും? റിമൈൻഡർ 1 കിട്ടണം. അങ്ങനത്തെ അങ്ങനത്തെ ഒരു പാറ്റേൺ ഉണ്ടാക്കിയാൽ അത് സമാന്തര ശ്രേണിയാണോ അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്നുള്ളതാണ് ചോദ്യം. അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ വേറെ പേജ് എടുക്കാം. ആഫ്റ്റർ ഓൾ ഈ ക്വസ്റ്റ്യൻ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലെ ഒന്നാമത്തേത്. നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ 1, 2, 3, 4 അങ്ങനെയുള്ളതാണ്. അവിടെ 4ന്റെ മൾട്ടിപ്പിൾ ഡിവിഷൻ ബൈ 4 എന്നല്ലേ പറയണേ. അപ്പൊ എന്ത് ചെയ്യാ? 4ന്റെ മൾട്ടിപ്പിൾ ആദ്യം എഴുതാ. 4ന്റെ മൾട്ടിപ്പിൾ ഓഫ് 4. 0 into 4 0. 1 into 4 4. പിന്നെ 2 into 4 8. 12. അങ്ങനെ പോകുന്നതാണ് മൾട്ടിപ്പിൾ ബൈ 4. നമുക്കിനി ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണ്? റിമൈൻഡർ 1 വരണം. റിമൈൻഡർ 1 വരണം അല്ലെങ്കിൽ സിസ്റ്റം 1 വരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കിട്ടിയ നമ്പറിനോട് എന്ത് ചെയ്യുക? +1 ചെയ്യുക. എല്ലാ നമ്പറിനോടും +1 ചെയ്യുക. അപ്പം കിട്ടാൻ പോകുന്ന സീക്വൻസ് എന്താണ്? 1, 5, 9, 13, അങ്ങനെ പോകുന്ന നമ്പർ ആയിരിക്കും. ഇവിടെ അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? വേഗം പറയാം. എന്താ? 5ന്ന് 1 കുറക്കുമ്പോൾ 4 കിട്ടും. 9ന്ന് 5 കുറക്കുമ്പോൾ 4 കിട്ടും. സോ കോമൺ ഡിഫറൻസ് 4 അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ഓക്കെ, ദിസ് സീക്വൻസ് ഈസ് arithmetic sequence. This sequence is arithmetic sequence. So, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നാച്ചുറൽ നമ്പർ ലിവിങ് റിമൈൻഡർ 1 or 2. റിമൈൻഡർ 1 ആവാം 2 ആവാം ഓൺ ഡിവിഷൻ ബൈ 4. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ആദ്യം എന്ത് ചെയ്യാ? മൾട്ടിപ്പിൾ, ഇത് ഒന്നാമത്തെ മൾട്ടിപ്പിൾ ഓഫ് 4 0, 4, 8, 12 അങ്ങനെ. എന്താണ് ഇനി? റിമൈൻഡർ 1 വരണം. റിമൈൻഡർ 1 വരുന്നത് ഇതിനോട് എന്ത് ചെയ്യുക? 1 ആഡ് ചെയ്യുക. 1, 5, 9, 30 അങ്ങനെ. അതേപോലെ റിമൈൻഡർ 2നെ കുറിച്ചും ഇതിൽ പറയുന്നുണ്ട്. സോ അഗൈൻ റിമൈൻഡർ 2 ഈ 0ന്ന് 2 ആഡ് ചെയ്യുക. 2, 6, 10, 40 അങ്ങനെ. അപ്പം ഈ രണ്ട് ബഞ്ച് ഓഫ് നമ്പേഴ്സ് അരിത്മെറ്റിക് സീക്വൻസ് ആണോ? അതിനെന്ത് ചെയ്യണം? ഇത് ഫുള്ള് എന്താക്കണം? ഒന്ന് അടുപ്പിച്ച് എഴുതി നോക്കുക. 1 കഴിഞ്ഞാൽ 2 ഉണ്ട്. 2 കഴിഞ്ഞാൽ 3 ഉണ്ടോ? ഇല്ല. 4 ഉണ്ടോ? ഇല്ല. അടുത്തത് മുകളിൽ 5 ഉണ്ട്. 6 ഉണ്ട്. 7 ഇല്ല. 8 ഇല്ല. 9 ഉണ്ട്. 10 ഉണ്ട്. 11 ഇല്ല. 12 ഇല്ല. 13 ഉണ്ട്. 14 ഉണ്ട്. അങ്ങനെ പോകുന്നതാണ് നമുക്ക് കിട്ടിയ സീക്വൻസ്. ഇനി ഇത് അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്നെങ്ങനെ ചെക്ക് ചെയ്യാം? കണ്ടാലറിയാം ഇത് അരിത്മെറ്റിക് സീക്വൻസ് അല്ല. എന്നാലും ഒരു നില എന്നുള്ള നിലക്ക് ഇത് 1 ആണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. ഇവിടെ എന്താ കിട്ടുന്നത്? 3 ആണ്. ഇവിടെ 1, ഇവിടെ 3, ഇവിടെ 1, ഇവിടെ 3. ഇങ്ങനെയാണ് പോകുന്നത്. ഇവിടെ എന്താണ് കോമൺ ഡിഫറൻസ്? ഡി എന്താ? ഇല്ല. In this sequence there is no common difference, therefore this is not arithmetic sequence. ഓക്കെ, ഇനി മൂന്നാമത്തേത് സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പർ. സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പറിനെ കുറിച്ചിട്ട് ഞാൻ മുകളിൽ പറഞ്ഞതാണ് അല്ലേ? സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പർ, 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, 3 9, 16 അങ്ങനെ പോകുന്നത്. ഇതെന്താ? ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ പറഞ്ഞ് മുഷിക്കണില്ല. ഇവിടെ എന്താണ്? കോമൺ ഡിഫറൻസ് ഉണ്ടോ? ഇല്ല. in this arithmetic sequence, in this sequence common difference is not present, therefore എന്താണ്? This sequence is not arithmetic sequence. Okay, again fourth question എന്താണ്?
ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താ? റെസിപ്രോക്കൽ ഓഫ് നാച്ചുറൽ നമ്പർ. ആദ്യം ഞാൻ വീണ്ടും പറഞ്ഞു, നാച്ചുറൽ നമ്പർ എന്താണെന്നുള്ളത് അറിയണം. നാച്ചുറൽ നമ്പർ എന്താണ്? 1 2 3 4 അങ്ങനെ പോകുന്ന നമ്പർ. റെസിപ്രോക്കൽ റെസിപ്രോക്കൽ അറിയുന്നതിനെക്കാട്ടും മുന്നേ ഈ 1 എന്ന് പറയുന്നത് എന്താണ്? 1/1 ആണ്. 2 എന്ന് പറയുന്നത് എന്താണ്? 2/1 ആണ്. 3 എന്ന് പറയുന്നത് എന്താണ്? 3/1 ആണ്. 4 4/1 ആണ്. അതായത് ഇവിടെ ഇതൊക്കെ ഇവിടുന്ന് വന്ന് സാറേ, 1 ഇവിടുന്ന് വന്ന് 1 എന്തായാലും അടിയിലുണ്ടാവും. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്താൽ എന്താണ്? 1 തന്നെയാണ് കിട്ടുക. ഇൻവിസിബിൾ ആയിട്ട് അവിടെ ആരുണ്ട്? 1 ഉണ്ട്. അപ്പൊ ഇതിന്റെ റെസിപ്രോക്കൽ ആണ് ഇനി നമുക്ക് കിട്ടേണ്ടത് അല്ലേ? റെസിപ്രോക്കൽ 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 എന്തായിരിക്കും? ഇത് തല തിരിച്ചിടുക. 1 തന്നെ ഇവിടെ വരും ഫസ്റ്റ്. ഇത് തല തിരിച്ചിടുമ്പം 1/2. ഇത് തല തിരിച്ചിടുമ്പം 1/3 1/4. ഇങ്ങനത്തെ ഒരു സീക്വൻസ് കിട്ടി. ഇനി ഇത് അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്നെങ്ങനെ ചെക്ക് ചെയ്യും? ചെക്ക് ചെയ്യാൻ സിമ്പിൾ ആണ്. ആദ്യം എന്ത് ചെയ്യുക? 1/2 -1 എത്ര വരാ? 1/2 -1 എന്താ? -1/2 ആയിരിക്കും അല്ലേ? ഇനി അഗൈൻ ഡി ഈക്വൽ ടു തേർഡ് ടേമും സെക്കൻഡ് ടേമും തമ്മിൽ 1/3 - 1/2 ക്രോസ് ചെയ്യുക. 1 into 2 1 into 2 minus 3/3 into 2 6 equal to -1/6. Again ഇവിടെ 1/4 minus 1/3 3 minus 4/12 minus 1/12. ഇവിടെ കോമൺ ഡിഫറൻസ് ഉണ്ടോ? ഇല്ല. -1/2 -1/6 -1/2. Again in this sequence എന്താണ്? No common difference. Therefore this sequence is not arithmetic sequence. Okay, ഞാൻ ഈ പറയുന്നത് ആണ് ആൻസറിൽ എഴുതേണ്ടത്. ഇതേപോലെ വെട്ടും കുത്തും ഒന്നും ഇടരുത്. ഓക്കെ, അത് മനസ്സിലാക്കാനും വേണ്ടിയിട്ട് മാത്രം പറഞ്ഞു തരുന്നതാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ വരാനുള്ള സാധ്യത കുറവാ. എന്നാലും ജസ്റ്റ് കുറച്ച് വൃത്തിയിൽ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ എഴുതണം. ആഫ്റ്റർ ഇത് മനസ്സിലായെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? പവർ ഓഫ് 2. അടുത്ത ക്വസ്റ്റ്യൻ 5. ക്വസ്റ്റ്യൻ നമ്പർ 5. പവർ ഓഫ് 2 എന്ന് പറയുന്നത് 2 ഇവിടെ 1 ആണ് എന്നുണ്ടെങ്കിൽ 2, ഇവിടെ 2 ആണെന്നുണ്ടെങ്കിൽ 2, ഇവിടെ 3 ആണെന്നുണ്ടെങ്കിൽ 2, 4 ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ. ഇതിൻ്റെയൊക്കെ പവറിൽ ആരാ ഉള്ളത്? 1 2 3 4. ഈ സംഭവമാണ് എന്ത്? പവർ. അപ്പൊ വിചാരിക്കും സീക്വൻസ് ഏതാണ് സാറേ? സീക്വൻസ് ഇതാണ്. 2ന്റെ സ്ക്വയർ പറയുമ്പോൾ 4. 2 × 2 × 2 2 8. 2 × 2 16. ഇത് സീക്വൻസ് ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് 2 4 8 6 16 അങ്ങനെ പോകുന്നത് എന്താണ്? കോമൺ ഡിഫറൻസ് ഉണ്ടോ എന്നുള്ളതാണ് ഇനി ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെ എന്താ? 2 ആണ്. ഇവിടെ എന്താ? 4 ആണ്. സോ എന്താണ്? ഇൻ ദിസ് സീക്വൻസ് കുറച്ച് വൃത്തിക്ക് ഏതാണ് ശ്രമിക്കുകയാണ്. ഇൻ ദിസ് സീക്വൻസ് നോ കോമൺ ഡിഫറൻസ്. Therefore this sequence is not arithmetic sequence. Okay. So the question, half of odd number. Sixth question, half of odd number. അതെന്തറിയണം? odd number 1 3 5 7 എന്ന് പറയുന്ന ഓഡ് നമ്പർ ഹാഫ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഒക്കെ ഡിവൈഡ് ബൈ 2. 1/2 3/2 5/2 7/2 അങ്ങനെ പറയുന്ന നമ്പേഴ്സ് അരിത്മെറ്റിക് സീക്വൻസ് ആണോ, അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണോ, സമാന്തര ശ്രേണിയാണോ, അഥവാ കോമൺ ഡിഫറൻസ് ഉണ്ടോ, പൊതുവ്യത്യാസം ഇതിക്ക് ഉള്ളിൽ ഇരിക്കുമാ ഇല്ലയാ എന്നതാ വേണോ? കോളായി.
3/2 കോമൺ ഡിഫറൻസ് ഡി ഈക്വൽ ടു 3/2 മൈനസ് 1/2 എത്രയാന്ന് പറയാ ഡി ഈക്വൽ ടു 5/2 മൈനസ് 3/2 എത്രയാന്നുള്ളത് പറയാ ഡി ഈക്വൽ ടു 7/2 മൈനസ് 5/2 എത്രയാന്നുള്ളത് പറയാ. അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടും? 3 മൈനസ് 2/4 4/4 4/4 1. വീണ്ടും 5 2 10 മൈനസ് 3 2 6/4 ഈക്വൽ ടു 1. വീണ്ടും 5 2 14 മൈനസ് 5 2 10/4 ഈക്വൽ ടു എത്ര കിട്ടും? 1 കിട്ടും. സോ ഇവിടെ എന്താണ്? കോമൺ ഡിഫറൻസ് ഉണ്ട്. ഇൻ ദിസ് സീക്വൻസ് എന്താണ്? കോമൺ ഡിഫറൻസ് ഈസ് പ്രസൻസ്, ദാറ്റ് ഈസ് ഡി ഈക്വൽ ടു 1. സോ ദിസ് സീക്വൻസ് ഈസ് അരിത്മെറ്റിക് സീക്വൻസ്. അടുത്ത ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസും കോമൺ അരിത്മെറ്റിക് സീക്വൻസിനെ കുറിച്ച് കൂടുതൽ അറിയാനും വേണ്ടിയിട്ട് ഈ ചാനൽ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞ കൂടുതൽ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട് മാത്സിൽ അല്ലെങ്കിൽ ഫിസിക്സിൽ വേറെ ഏതെങ്കിലും സയൻസ് സബ്ജക്റ്റിൽ എന്നുണ്ടെങ്കിൽ നമ്മളെ ടീം നിങ്ങളുടെ കൂടെ 07999426 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. നിങ്ങളുടെ പ്രശ്നം എന്താണ്, ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അല്ലെങ്കിൽ